സുഹൃത്തുക്കളെ, ഇത് എൻ്റെ പുറകുള്ള ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ഞാൻ ആദ്യം കേൾപ്പിച്ചാൽ കേട്ടോ. വീലിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കി. സംഭവം പൊളിയല്ലേ. അപ്പോൾ ഇത് പോളിഗണിൻ്റെ സട്രോസ് S2 എന്നുള്ള മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ വീല് ഇതിൻ്റെ അല്ല, പസാക്ക് ഉണ്ടോ വായിക്കാൻ പറ്റുമോ? പസാക്ക് എന്നുള്ളൊരു റിം സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. നമ്മളിതായിട്ടൊന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്. ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെയിൻ ഓൾമോസ്റ്റ് നല്ല പണിയെടുത്തത് ഫിനിഷായിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ചെയിൻ വാങ്ങിക്കണം. ഒപ്പം ഇതിൻ്റെ ഗിയറും ബ്രേക്ക് കേബിളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിട്ട് നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. പോയി യുണൈറ്റഡ് ബൈസൈക്ലിങ്ങിലോട്ടാണ് പോകുന്നത്. പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും നമുക്ക് ചെയിനും വാങ്ങിക്കണം. അപ്പോൾ ചെയിൻ എന്ത് വരെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അദ്ദേഹം അവിടെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. റഹീം എന്ന് പറയും, തേക്കടിക്കാരനാണ്, ഒരു സൈക്കിൾ സ്നേഹിയാണ്. ഓക്കെ, അപ്പോൾ നേരെ എറണാകുളത്തേക്ക്. ഈ സൗണ്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. ചവിട്ടി നിർത്തി കഴിയുമ്പോൾ നല്ലൊരു ഇമ്പോണ് പുറകിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഒരു 4 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. പുള്ളി റഹീം എന്നുള്ള സഹപ്രവർത്തകനാണ്. പുള്ളി നമ്മുടെ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഈ റിമ്മ് എനിക്കത് ബ്രേക്കിംഗ് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഓയിലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നറിയില്ല റിമ്മിൽ. നോക്കണം. ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ എല്ലാവരും അത് കെയർ ചെയ്യേണ്ടതാണ്. നല്ല കാലാവസ്ഥ കേട്ടോ. കാരണം മഴയില്ല, വെയിലുമില്ല, നല്ലൊരു ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥ കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം കുണ്ടന്നൂർക്ക് പോവുകയുണ്ട. അവിടുന്ന് വൈറ്റില്ല നേരെ യുണൈറ്റഡ് ബൈസൈക്ലിങ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഹെൽമെറ്റ് ഓടിരിക്കട്ടെ. യെസ്. ഈ പെയിന്റിങ് കുറച്ച് ഭംഗിയായിട്ടുണ്ട്. നമസ്കാരം. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. ഞാനേ ഇത് ഈ ചിത്രം കണ്ടപ്പോഴാണ് ആലോചിച്ച, ഇത് എന്തോ ഒരു കഥ ഉണ്ടല്ലോ ഇതിന്റെ പുറകില്. ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ആക്ച്വലി വരച്ചത് ഒരു ബൈക്ക് പാക്കറാണ്. ന്യൂസിലൻഡുകാരൻ. പുള്ളിയുടെ പേര് റോബി ഡേഞ്ചർ. ഇത് ആക്ച്വലി പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ റോബി ഡേഞ്ചർ, അതാണ് പുള്ളിയുടെ പേര്. പുള്ളി ആക്ച്വലി ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി ആക്ച്വലി ഇത് ഇവിടെ വന്നത് പുള്ളി ബേസിക്കലി ഫുൾ വേൾഡ് ടൂർ ചെയ്യുമായിരുന്നു, ബൈക്ക് പാക്കിംഗ് ട്രിപ്പ്. ഓക്കെ, അപ്പൊ പുള്ളി ആക്ച്വലി അതിന്റെ ഇടക്ക് ഇന്ത്യയിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ വന്നത്. പുള്ളി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അപ്പോൾ പുള്ളി ഇസ് എ ട്രാൻസ് മെയിൽ സൈക്ലിസ്റ്റ്. അപ്പോൾ പുള്ളി ഫസ്റ്റ് ഗിന്നസ് റെക്കോർഡ്, പുള്ളിക്ക് ഫസ്റ്റ് വേൾഡിലെ ഫസ്റ്റ് ഓപ്പൺലി ട്രാൻസ്ജെൻഡർ പേഴ്സൺ ടു ബൈക്ക് പാക്ക് അറൗണ്ട് ദ വേൾഡ്. അതിൻ്റെ ഗിന്നസ് ബുക്ക് റെക്കോർഡിൻ്റെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. ആ പുള്ളി അപ്പോൾ കൊച്ചിയിൽ പുള്ളിക്കാരൻ ഇവിടെ വന്നത് കുറച്ച് സാധനങ്ങൾ സ്പേസ് മേടിക്കാനും ഒന്ന് ബൈക്ക് സർവീസ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി തങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിനൊക്കെ പോയി. അപ്പോൾ ആ സമയത്താണ് പുള്ളി പറഞ്ഞത് പുള്ളി ഫൈൻ ആർട്സ് പഠിച്ച ആളാണ്. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എന്തെങ്കിലും വരച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു എന്ത് വരക്കണം. അപ്പൊ ഞാൻ എന്ത് വേണമെങ്കിലും വരച്ചു. പുള്ളി ആക്ച്വലി പുള്ളിയുടെ സൈക്കിളാണ് ഇത്. പുള്ളിയുടെ ഫുൾ സൈക്കിൾ ഫുൾ സെറ്റപ്പ് ഇങ്ങനെ നമ്മുടെ പേരുണ്ട്, ബാഗ്സും എല്ലാം. സംഭവം പെയിന്റിംഗ് ഒക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. മഴ വന്നപ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് നോക്കിയേക്ക്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അടിപൊളി ഞാൻ നോക്കാം. അടിപൊളി. അപ്പൊ ഞാൻ അകത്തേക്ക് കയറട്ടെ. ഓക്കെ. ഇത് അങ്ങനെ നമ്മൾ യുണൈറ്റഡ് ബൈസൈക്ലിംഗ് വന്നപ്പോൾ അൻസാറിനെ പരിചയപ്പെട്ടു കേട്ടോ. നമസ്കാരം. അപ്പോൾ ഒരു സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് എങ്ങോട്ടാണ് ഞങ്ങൾ നാളെ കോതമംഗലത്തേക്ക് ഒരു റൈഡ്, മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു റൈഡ് വെച്ചൊക്കെയാണ്. ഞങ്ങൾ ഈ സൈക്കിള് കഴിഞ്ഞ സാറ്റർഡേ, ഇത് ഇന്ന് സാറ്റർഡേ ആണ്, കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഞങ്ങൾ ഒരുമിച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് റൈഡ് ചെയ്യണം. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് സൈക്കിള് 4 എടുത്താണ്. ട്രക്കിന്റെ ഒരാൾ മെരിഡേടാ സൈക്കിൾ എടുത്താണ്. അതിലൊരെണ്ണാണത്. വണ്ടി ഇത് ട്രക്ക് ഡൊമാനെ AL5. ഇത് 1,44,000 ഇതാണ് ബൈക്ക് ടൈൽസ് ഇത് കിട്ടിയത്. അടിപൊളി. എങ്ങനെയുണ്ടായ എക്സ്പീരിയൻസ് ട്രക്കിന്റെ? മറ്റേ ഒരു ജയന്റ് എസ്കേപ്പ് 2 ഒരു ഹൈബ്രിഡ് ഓടിച്ചിരുന്നു. ഇപ്പൊ ഇതിലേക്ക് വന്നപ്പോ എനിക്ക് 100cc ബൈക്കിൽ നിന്ന് ഡ്യൂക്ക് ഓടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. എക്സ്പീരിയൻസ് കഴിഞ്ഞ ജോലി തിരക്കിലായിരുന്നു. പിന്നെ നാളെ മെയിനായിട്ട് റൈഡ് ചെയ്യാൻ പോകണം. നല്ല ക്വാളിറ്റി ആണല്ലേ? കുഴപ്പമില്ല, അടിപൊളി. കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഗ്രൂപ്പ് സെറ്റാണ് 105. Yes. True axle. ഈ സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഇത് അഴിക്കാൻ പറ്റൂല. ഓ ആ ഒരു കീ വേണം അല്ലേ? അടിപൊളി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നടക്കട്ടെ, റൈഡൊക്കെ ഉഷാറാകട്ടെ. കാണാം. അപ്പോൾ ഇതാണ് റഹീം കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചെയിൻ. സംഭവം ഇതിൽ കുറഞ്ഞ ചെയിനാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇനി അടുത്തത് ക്യാസിൻ്റെ ചെയിനും കൂടി കുറച്ച് കൂടി ഇടാൻ വേണ്ടി പോകണത്. ഇത് ബാർ ടൈപ്പാണ് കേട്ടോ, ഹാൻഡിൽ ബാറിൻ്റെ റോഡ് ബൈക്കിൻ്റെ. അപ്പോൾ 2 മോഡലുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലൊന്നും നമ്മളൊന്ന് ചൂസ് ചെയ്യും കേട്ടോ. കമ്പനിക്ക് വേണ്ടിയാണ്, കുറച്ച് അധികം ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. നമസ്കാരം. ഹലോ ചേട്ടാ, നമസ്കാരമുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെ എടുക്കാൻ സാധനങ്ങൾ ഇരിക്കണം? ഇത് ഒരു ഫുൾ സസ്പെൻഷൻ ബൈക്കാണ്. അപ്പോൾ അത് എന്താ ഇതിൻ്റെ പേര്? ഇത് മാരിൻ റിബ്സോൺ 2 എന്ന് പറയും. അപ്പോൾ മാരിൻ റിബ്സോൺ 2 ഡുവൽ സസ്പെൻഷൻ. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഡൗൺ ഹിൽ ബൈക്കാണ്. സസ്പെൻഷൻ ഇങ്ങനെ വന്നേക്കണം. ഇത് കൂടുതൽ ഡൗൺ ഹില്ലിലോട്ട് നമുക്ക് ഡൗൺ ചാട്ടുന്ന ഇമ്പാക്ട് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ റോക്ക് ഷോക്കിൻ്റെ ഇതാണെങ്കിൽ മാരുസുചി ബോംബർ എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇതിന് തന്നെ ഒരു 10, 60, 65, 70,000 രൂപയുണ്ട് ഈ ഒരു ഷോക്കിന് മാത്രം. ഷോക്കിന് മാത്രം. ഏറാണല്ലേ? ഏറ ഇതും ഏറാണ്. പിന്നെ 51 ടീത്ത് ആണ്. മുമ്പിൽ 32 ആണ്, ഇത് 32 ആണ്. ഇത് ചെറുതാണ്, പക്ഷെ ബാക്കിൽ 11 സ്പീഡ് ഉണ്ട്. 51 ടീ. അപ്പൊ 51 ടീത്ത് ഉണ്ട്. പിന്നെ ഇതാകെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കസ്റ്റമർ കുറച്ച് ദിവസം ചവിട്ടിയില്ല. അത് കാരണം ട്യൂബ്ലെസ്, ഇത് ഫുൾ ട്യൂബ്ലെസ്. അപ്പൊ ട്യൂബ്ലെസിന്റെ സീലന്റ് കട്ടയായിപ്പോയി. ട്യൂബ്ലെസ് ആവുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സീലന്റ് എടുത്ത് മാറ്റേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഫുള്ള് ട്യൂബ്ലെസിന്റെ ഇത് കളഞ്ഞിട്ട് നമ്മൾ പുതിയ സീലന്റ് ഇട്ട് കൊടുക്കും. അതിന് വേണ്ടിട്ട് വന്നാ. അടിപൊളി. ബ്രാൻഡ് ടയർ ഇത് VT എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. VTCO. അപ്പോൾ ഒരു സാധനം കൂടി കാണിച്ചു തരാൻ കേട്ടോ. യെസ്. ഏതാണ് ഐറ്റം? ഇതാണ് ഒരു SRAM റെഡിന്റെ ഗ്രൂപ്പ് സെറ്റാ. അപ്പൊ ഇതിന് ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ഇത് ഫുൾ ഇലക്ട്രോണിക് ഗ്രൂപ്പ് സെറ്റാ. അപ്പോൾ ഇതിലാണ് നമ്മുടെ എല്ലാം. 3 ലക്ഷം രൂപയാണ് ഈ ഒരു ഗ്രൂപ്പ് സെറ്റ് അല്ലേ? ഫുൾ സെറ്റിന്. അപ്പോൾ അതിന് ഇതിന്റെ FD RD ഇതെല്ലാം വരും. പിന്നെ നമ്മൾ ഇത് പൊക്കി കഴിയുമ്പോൾ ഇവിടെ റോട്ടർ ഉണ്ട്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് വരുന്നത് നല്ലൊരു ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റാ. പിന്നെ ഇതൊക്കെ RD ബാറ്ററി ഉണ്ട്. ബാറ്ററി ഇവിടെ വരും. അപ്പോൾ ഇലക്ട്രോണിക് ഷിഫ്റ്റിംഗ് ആണ്. ഫുൾ ഇലക്ട്രോണിക് ഷിഫ്റ്റിംഗ് ആണ്. ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക്. പിന്നെ അതിന്റെ കൂടെ 3 lakhs അടുത്ത് വരും. ഇതൊക്കെ ഇതിന് മാത്രം ഒരു 30,000-40,000 റുപ്പീസ് വരും. ഭയങ്കര ലൈറ്റ് വെയിറ്റാ. ഇതൊന്ന് പിടിച്ചു നോക്കിക്കോ. അയ്യോ, ഭയങ്കര ലൈറ്റ് വെയിറ്റാ. ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പൊ ഇത് റേസേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ. പിന്നെ അതില് ഇതുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. ഇതിന്റെ ലേറ്റസ്റ്റ് ക്രാങ്ക് ആർമാണ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല. ഇതിന് ഭയങ്കര വെയിറ്റ് കുറവാണ്. ഇതിനെത്ര ഒരു കോസ്റ്റ്? ഇതിന് 10,50,000-60,000 രൂപ. ലേറ്റസ്റ്റ് ആയത് റെഡിന്റെ. നല്ല ഭംഗിയാണ്. അടിപൊളി. SRAM റെഡ് അല്ലേ? SRAM റെഡ്. SRAM എന്ന് പറഞ്ഞാൽ ഇത് ഓൾവേസ് SRAMന്റെ ഏറ്റവും മറ്റേ ഹയസ്റ്റ് റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം SRAMന്റെ തന്നെ ഏറ്റവും ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഹൈ ടെക്. ഇപ്പൊ ലേറ്റസ്റ്റ് സാധനം വന്നോണ്ടേ. അപ്പൊ ഇതിപ്പോ കസ്റ്റമർ ഓർഡർ വെച്ചിരിക്കുകയാണ്. ഇതൊരു കസ്റ്റമറുടെ ആണ് സാധനം. അപ്പൊ 3 lakhs ഗ്രൂപ്പ് സെറ്റ്. ബൈക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു വില്ലിയർ ആണ് പണിയുന്നത്. വില്ലിയറിൽ അതിന് ഏകദേശം ഒരു എല്ലാം കൂടി 10-12 ലക്ഷം രൂപ വരും. എല്ലാം കൂടി. ഫ്രെയിമിന് തന്നെ 10-6 ലക്ഷം രൂപയോളം ഉണ്ട്. അടിപൊളി. അങ്ങനെ ഞാനിവിടെ ഇറങ്ങിയ കേട്ടാ. വേറെ ഒന്നല്ല, ചെയിനൊക്കെ വാങ്ങിച്ചു. നമ്മൾ 1,000 വാങ്ങിയായി. അപ്പോൾ അടുത്ത കാണാം. യെസ്, നാളെ കാണാം.